Hi friends, welcome to FoODIES. ഇന്ന് നമ്മൾ സോയാബീൻ തോരനാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് സോയാബീൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ സബോള, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കാന്താരി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന സോയയാണിത്. ഇത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. സോയ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ. വെള്ളം ഒട്ടും തന്നെ കാണരുത്. നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ അത് അരഞ്ഞു പോകും. ഇനി നമുക്ക് ബാക്കി കൂട്ടുകൾ യോജിപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളക്, കാന്താരി, വെളുത്തുള്ളി ഇവയെല്ലാം ചതച്ചിട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ് ഇവയും ചേർത്ത് സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സോയാബീനോട് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് സബോള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പാൻ ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സോയാബീൻ്റെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. സോയാബീൻ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് നേരം അടുപ്പത്തിരുന്ന് വേവേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. നന്നായി കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മുടെ സോയാബീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കുക്കിംഗ് ടൈം ഒന്നും ഒത്തിരി ഇല്ല. സോയാബീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.